ഈ 2024 ഇങ്ങനെ ഒരു കുടുംബം ആയിരിക്കില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഒരു 2015 ഒക്കെ സമയത്ത് ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഭർത്താവ് പിറകെ നടന്ന്, ഇന്നൊരു പ്രശ്നം ഉണ്ടായ ഭാര്യ പാർട്ട്നേഴ്സിന്റെ പറഞ്ഞിട്ട് പെട്ടെന്ന് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷെ നല്ല സിനിമയാണ്, നല്ല സ്ക്രിപ്റ്റാണ്, എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു സസ്പെൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പടമാണ്. ഭീമമായ അങ്ങനെ ബഡ്ജറ്റും കാര്യങ്ങളൊന്നും അല്ല, ഒരു ചെറിയ ബഡ്ജറ്റിലാണ് ചെയ്തേക്കുന്നത്. അവസാനിക്ക് കാണാൻ വന്നപ്പോൾ പടം ഇവിടെ റിലീസല്ല, അങ്ങനെ കണ്ടതാ. അല്ല, കണ്ടോണ്ടിരിക്കും. വെറൈറ്റി ഉണ്ട്, ഒരു വെറൈറ്റി കഥ, അത്രേ ഉള്ളൂ. അതൊന്നും പറയാ അതിന് വേണ്ടിയൊന്നുമില്ല. മെസ്സേജാണ്, ഒരു സൈബർ ക്രൈം അങ്ങനത്തെ തന്നെ സോൾവ് ചെയ്യുക, ഫാമിലി തന്നെ സോൾവ് ചെയ്യുക, അങ്ങനത്തെ രീതി. അതായത് ഒരു ചെറിയ ബഡ്ജറ്റ് ചെയ്തേക്കുന്ന ഒരു മൂവിയാണെന്ന് തോന്നുന്നു. കാരണം അങ്ങനെ ഭീമമായ എക്സ്പെൻസും കാര്യങ്ങളൊന്നും കാണാനില്ല. പിന്നെ അവര് ഉള്ള സാധനം അവർ വൃത്തിക്ക് എടുത്തിട്ടുണ്ട്. പടം കുഴപ്പമില്ല, കുറച്ച് സസ്പെൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അവരത് മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. പെർഫോമൻസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ദിവ്യ പിള്ളയാണ് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തേക്കുന്നത്. ഉടനീളം ഒരു സസ്പെൻസ് കാര്യങ്ങളുണ്ട്. നമുക്കൊരു പടം എവിടേക്കോ ചില തലങ്ങളിൽ ഒരു എൻഗേജിങ് ആയിട്ടൊക്കെ തോന്നുന്നുണ്ട്. ഓവറോൾ കുഴപ്പമില്ലാത്തൊരു പടമാണ്. ദിവ്യ പിള്ള നന്നായിട്ടുണ്ട്. പിന്നെ സ്റ്റോറി നല്ലൊരു സ്ട്രോങ് സബ്ജക്റ്റ് ആണ്. ഇതുപോലത്തെ ഇൻസിഡൻസ്, ഒരു ട്രൂ ഇൻസിഡൻസ് ചുറ്റും നടന്നിട്ടുണ്ട്. അതായത് അങ്ങനെ ഒരു സാധനമോ, ഇതുപോലത്തെ ഇൻസിഡൻസ് നമ്മുടെ സൊസൈറ്റിയിൽ നടന്നിട്ടുള്ള ഒരു സാധനം. ഓവറോൾ കുഴപ്പമില്ല, നമുക്ക് വൺ ടൈം ഒന്ന് കണ്ടിരിക്കാവുന്ന ഒരു പടം. നല്ല നടി, നല്ല അഭിനയമാണ്, കൊള്ളാം. നല്ല മെസ്സേജ് ഉണ്ട്. പലയിടത്തും പല കുടുംബങ്ങളിലും ഒക്കെ നമ്മളിത് ഒരുപാട് സമയങ്ങളിൽ പല ആളുകളും ഫേസ് ചെയ്തിട്ടുള്ള സംഗതികൾ തന്നെയാണ്. അപ്പം പലരും പേടിച്ചിട്ട് അങ്ങ് മിണ്ടാതെ ഇരിക്കും. നമ്മളെന്തിന് റിയാക്ട് ചെയ്താൽ പ്രോബ്ലംസ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് നമ്മൾ പലരും അങ്ങനെ ഇരിക്കും. നമുക്ക് ഫോണിൽ കൂടെ തന്നെ മിക്കവാറും എല്ലാ ഫാമിലി ആളുകളും ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് റിയാക്ട് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു രീതിയിലാണ് വന്ന് സക്സസ് ആയിട്ട് തന്നെയാണ് അത് അവസാനിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ കാണുന്നത് ചിലപ്പോൾ അത്രയും നല്ലൊരു രീതിയിലായിരിക്കില്ല അവസാനിക്കുന്നത്. പക്ഷേ സിനിമയിൽ നല്ല രീതിയിൽ അവസാനിക്കുന്നതും ബുദ്ധിപരമായിട്ടുള്ള രീതിയിൽ നീക്കം വന്നിട്ടുണ്ട്. നല്ലൊരു മെസ്സേജാണ്. റിയാക്ട് ചെയ്ത് ഇങ്ങനെ ഇവരെല്ലാം അവസാനിപ്പിക്കാനൊക്കില്ല. എന്നാലും മാക്സിമം നമ്മൾ റിയാക്ട് ചെയ്യണമെന്ന് കാണിക്കുന്ന ഒരു ഫിലിമാണ്. നല്ലതാണ്, കണ്ടിരിക്കേണ്ട ഫിലിമാണ്.